Hi, welcome back to our channel Institute of Banking Studies. നമുക്ക് SBI ക്ലർക്കിന്റെ എക്സാംസ് വരികയാണല്ലേ. സോ SBI ക്ലർക്കിന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ടോപ്പിക്കിനകത്തുള്ള ഡിഫറെന്റ് സ്കീം എന്ന് പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മിസ് ചെയ്യരുത്, കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Uma invested a total amount of 28,000 in two different banks, A and B. ഡിഫറെൻറ്റ് സ്കീം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും കുറച്ച് എമൗണ്ട് രണ്ട് ഡിഫറെൻറ്റ് സ്കീമിൽ അല്ലെങ്കിൽ രണ്ട് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഉമ 28,000 രൂപ ബാങ്ക് എയിലും ബിയിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ബാങ്ക് എ ഓഫേർഡ് 6% per annum simple interest and bank B offered 4% simple interest. If the interest offered in bank A at the end of 2 years is equal to the interest obtained in bank B at the end of 4 years, then find the amount invested in bank B. Okay, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ 28,000 എന്ന് പറഞ്ഞ റുപ്പീസ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് എ ഓഫർ ചെയ്യുന്നത് 6%, ബി ഓഫർ ചെയ്യുന്നത് 4%. എന്നിട്ട് 2 വർഷത്തിന് ശേഷം എയിൽ നിന്ന് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും 4 വർഷത്തിന് ശേഷം ബിയിൽ നിന്ന് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും സെയിം ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ബിയിൽ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതെങ്ങനെ എഴുതാം? നമുക്കറിയാം, ഇപ്പം ബാങ്ക് എ എടുക്കാം, ബാങ്ക് ബി എടുക്കാം. നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ് ബാങ്ക് എ ഓഫർ ചെയ്യുന്നത് 6%, ബി ഓഫർ ചെയ്യുന്നത് 4% ആണ് അല്ലേ. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് നോക്കാം. ബാങ്ക് എ 2 ഇയേഴ്സും ബാങ്ക് ബി 4 ഇയേഴ്സും. നമുക്കറിയാം, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. സോ 2 വർഷം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 12% ആയിരിക്കും 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിന് റേറ്റ്. സോ ഇവിടെ വരുമ്പോഴോ 16%. സോ എയിൽ നിന്ന് 12%ഉം ബിയിൽ നിന്നും 16%ഉം ആണ്. അതായത് 12% ഓഫ് എ, ഈ എ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ എ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഈസ് ഈക്വൽ ടു 16% ഓഫ് ബി. എന്തുകൊണ്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്? ഒരു പറഞ്ഞിട്ടുണ്ട്, ആ സിമ്പിൾ ഇൻട്രസ്റ്റ് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യുന്നറിയോ? ഇതിനകത്തുനിന്ന് എ ഈസ് ടു ബി നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, എ ഈസ് ടു ബി മീൻസ് എ ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു 16/12 and the final answer is 4/3. അതായത് എ ഈസ് ടു ബി എന്ന് പറയുന്നത് 4:3 എന്ന് കിട്ടും. അതായത് നമ്മുടെ ടോട്ടൽ എമൗണ്ടിനെ 4 പാർട്ടായിട്ടും 3 പാർട്ടായിട്ടും ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ പാർട്ട് എത്രയാ? 28,000. ദാറ്റ് ഈസ് 4 + 3 ദാറ്റ് ഈസ് 7 പാർട്ടാണ് 28,000 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ബിയിലെ പാർട്ട് മാത്രം കണ്ടെത്തിയാൽ മതി. സോ 3 പാർട്ട് എത്ര നോക്കുക? 7 × 4,000 അല്ലേ 28,000. സെയിം റിലേഷൻ ഇവിടെ കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 12,000 റുപ്പീസ്. സോ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ബാങ്ക് ബിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,000 രൂപയായിരിക്കും. 28,000-ൽ 12,000 രൂപയായിരിക്കും ബാങ്ക് ബിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എയിലെയാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 4 പാർട്ട് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഇക്വേഷൻസും യൂസ് ചെയ്യാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ശരത് ഇൻവെസ്റ്റഡ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ₹9,100 ഇൻ 3 പാർട്സ് അണ്ടർ 3 ഡിഫറെന്റ് സ്കീംസ് എ ബി സി. 2 പാർട്ട് അല്ലെങ്കിൽ 2 ബാങ്കിൽ ഡെപ്പോസിറ്റിന് പകരം 3 സ്കീമിൽ കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഈക്വൽ ആയിട്ടൊന്നും അല്ല, കുറെ പാർട്ടായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ദേ ഓഫേർഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് 10%, 5%, 2% per annum റെസ്പെക്റ്റീവ്ലി. അതായത് എ ബി സി റേറ്റ് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ആദ്യത്തേത് 10%, ബിയിൽ എത്രയാണ് 5% ആൻഡ് സിയിൽ 2%. സോ റേറ്റ് പെർസെൻറ്റേജ് കിട്ടി. ഇനി എന്താ പറയുന്നത്? If the interest obtained in scheme A for 2 years, that is
N എന്ന് പറയുന്നത് എയിൽ 2 years and interest in scheme B for 1 year and for interest obtained in scheme C is 5 years. So number of years നമുക്ക് കിട്ടി. And all are equal. ഇവിടെ എല്ലായിടത്തുനിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു വർഷമല്ലേ 10%. സോ 2 വർഷം ആകുമ്പോൾ അത് എന്താകും? 20% ആകും. ഇനി ബിയിലാകുമ്പോഴോ 5% ആകും. സിയിലാകുമ്പോഴോ 10% ആകും. സോ കറസ്പോണ്ടിങ് ഇയേഴ്സ് കഴിഞ്ഞ് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എഴുതി, ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ എഴുതി. അതിൻ്റെ അർത്ഥം എന്താ? 20% ഓഫ് എ ഈസ് ഈക്വൽ ടു, അതായത് എക്ക് 20% കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും 5% ഓഫ് ബി ഈസ് ഈക്വൽ ടു 10% ഓഫ് സി. എന്തുകൊണ്ടാ? എല്ലാ സിമ്പിൾ ഇൻട്രസ്റ്റും സെയിം ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ എഴുതാം? 20A ഈസ് ഈക്വൽ ടു 5B ഈസ് ഈക്വൽ ടു 10C എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 5 കൊണ്ട് നോക്കുമ്പം 4A ഈക്വൽ ടു 1B ഈസ് ഈക്വൽ ടു 2C. ഇനി നമ്മളുടെ എയിം എന്താണ്? A ഈസ് ടു B ഈസ് ടു C എന്നുള്ള റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോട്ടൽ എമൗണ്ട് നമുക്ക് അത്രയും പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ചോദിച്ചിരിക്കുന്നത് സ്കീം എയിലെ ആയതുകൊണ്ട് എയുടെ കറസ്പോണ്ടിങ് റേഷ്യോ നമുക്ക് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ഇതിൽ നിന്ന് നമുക്ക് നോക്കാം. A ഈസ് ടു B ഈസ് ടു C ഈസ് ഈക്വൽ ടു, നോക്കേ, നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 4. ആ 4 ഇതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1:4:2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, റേഷ്യോ കമ്പൈൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കുക, അതറിയാവുന്നവർക്ക് എളുപ്പമായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഈ 3 നമ്പേഴ്സിന്റെ LCM വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1:4:2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമ്മുടെ കിട്ടേണ്ട റേഷ്യോ കിട്ടി. അത് നമ്മൾക്ക് വേണ്ടത് 1 പാർട്ട് മതി. ഓക്കെ, ടോട്ടൽ എത്രയാ? 9100. ദാറ്റ് ഈസ് 4 to 6 7 പാർട്ടാണ് എന്ത്? 9100. അങ്ങനെയെങ്കിൽ 1 പാർട്ടല്ലേ നമ്മുടെ ആൻസർ. കാരണം എന്താ? ബാങ്ക് എയുടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നമ്മളോട്. സോ 1 പാർട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 9100 ഡിവൈഡഡ് ബൈ 7 വിച്ച് ഈസ് ഈക്വൽ ടു 1300. 1300 രൂപ. ഓക്കെ, സപ്പോസ് ബിയിലെയാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ 4 പാർട്ട് കണ്ടെടുക്കുക, സിയിലെയാണ് ചോദിച്ചിട്ടെങ്കിൽ 2 പാർട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഡിഫറെൻറ്റ് സ്കീമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഈ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാംസിന് നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എക്സാംസിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ജാനുവരിയിലാണ് പ്രിലിംസ് വരുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അതുകൂടാതെ നമ്മൾക്ക് ഒരു ആപ്പ് ഉണ്ട്, IBS വിഗ്യാൻ. ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.